ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ഉഴുന്ന് വടയുടെ അതേ പെർഫെക്ഷനിലും അതിനേക്കാളും ക്രിസ്പി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് വടയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ ബ്രെഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വടയാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉഴുന്ന് വടയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ ഒരു 5-6 മണിക്കൂർ മുന്നേ ഉഴുന്നൊക്കെ കുതിർത്ത് നല്ല രീതിയിൽ ഫൈനായി അരച്ചെടുത്ത് ഒരുപാട് ടൈമിങ് കാര്യങ്ങളൊക്കെ വേണം ഉഴുന്ന് വട ചെയ്യുമ്പോൾ. പക്ഷേ ഈ ഒരു വടക്ക് ആ ഒരു ടൈമിങ് കാര്യങ്ങളൊന്നും വേണ്ട. ഇൻസ്റ്റൻ്റായിട്ട് ബ്രെഡും റവയൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രെഡ് വട എങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ബ്രെഡ് വട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വടയൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന ബ്രെഡും അതുപോലെ തന്നെ മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ അതിന് കണക്കായിട്ട് കൂടുതലായിട്ട് ആഡ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബ്രെഡെല്ലാം കൈ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ള അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി റവ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത സവാള ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് എത്ര ചെറുതായിട്ട് കട്ട് ചെയ്യാൻ കഴിയുമോ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 4 അല്ലെങ്കിൽ 5 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. മല്ലിയിലേക്ക് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ പേസ്റ്റായിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു ടൈറ്റായിട്ടുള്ളൊരു ഡോ ആയിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് ഈ തൈരൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യം കുറച്ചുകൂടി കുഴയാൻ വെള്ളം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് നമുക്ക് ഉഴുന്നുവടയൊക്കെ ഉരുട്ടിയെടുക്കാൻ ആ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള ഒരു ഡോ ആക്കിയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇപ്പോൾ കുഴച്ചെടുത്ത സമയത്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോ. ഈ ഒരു സമയത്ത് കുഴക്കുന്ന സമയത്ത് ഉപ്പൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതൊക്കെ കുരുമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മതി കേട്ടോ. നല്ല പാകത്തിനുള്ള ടൈറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഒരു പരിപാടിയില്ല. ഈസി ആയിട്ട് നമുക്കിത് സാധാ ഉഴുന്നുവടയുടെ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ആ ഓളൊക്കെ വെച്ചിട്ട് നോർമലി നമ്മളെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഇനി നമുക്കിത് ഓരോന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ മുഴുവൻ ബ്രെഡ് മെതുവട ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായി ആവശ്യമായിട്ടുള്ള പാനിനായി ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാൻ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ഫ്രൈ ആവുന്ന രീതിയിലുള്ള പാകത്തിനുള്ള മതി കേട്ടോ. എന്നിട്ട് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടത് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇടയ്ക്കിടെ മാറ്റി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടിട്ടില്ല, നമ്മുടെ 2 സൈഡും ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായി ഫ്രൈ ആയി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം.
ഇപ്പോൾ ഞാൻ മുഴുവൻ വടയും കോരിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ബാച്ചും ഇതുപോലെ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പരിപാടി. ഉഴുന്ന് വടയൊക്കെ നമ്മൾ വീട്ടിൽ റെഡിയാക്കണമെന്ന് ആലോചിക്കുന്ന സമയത്ത് ഉഴുന്നൊക്കെ കുതിർത്ത് അരക്കാനൊക്കെ ഒരു വലിയൊരു ചടങ്ങ് തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ബ്രെഡൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. കാരണം നല്ല ടേസ്റ്റാണ്, ഒരുപാട് വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നല്ലൊരു പെർഫെക്ഷനിൽ ഇത് കിട്ടുന്നുണ്ട്. ചിലവർക്ക് ഉഴുന്നുവടയൊക്കെ അരക്കുന്ന സമയത്ത് മാവിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് പേര് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ ഒരു നല്ല ഷേപ്പിലും കാര്യത്തിലൊന്നും കിട്ടുന്നില്ല എന്ന്. പക്ഷേ ഇത് നമുക്ക് ആ ഒരു ടെൻഷനൊന്നും വേണ്ട. നല്ല ടൈറ്റായിട്ടുള്ള നമ്മളൊരു മാവ് റെഡിയാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ, ബ്രെഡ് വെച്ചിട്ടായതുകൊണ്ട് തന്നെ നല്ല പെർഫെക്ഷനിൽ നമുക്കിത് കിട്ടുന്നുണ്ട്. അതുമല്ല നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണേ. അത് നിങ്ങൾക്ക് എത്രയാണോ താല്പര്യം അതിനനുസരിച്ചിട്ടെല്ലാം മാറ്റം വരുത്താം. ചിലവർക്ക് ഉഴുന്നുവടയിൽ ഒരുപാട് സവാളയും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.